ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് ആലോചിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഒരു ഓൺ വോയിസ് ചെയ്യണമെന്നുള്ളത്. അത് മറ്റാരെ കുറിച്ചല്ല കേട്ടോ. നമുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ രേണുസുതിയെക്കുറിച്ച് തന്നെയാണ്. നമ്മുടെ ഒരു പ്രശസ്തനായിട്ടുള്ള, നമുക്കെല്ലാവർക്കും പ്രശസ്തനാണെന്ന് വെച്ചാൽ ആണെന്ന് വെച്ചാൽ അല്ല, പക്ഷേ എന്നാലും നമുക്കെല്ലാവർക്കും പ്രിയങ്കരമായിട്ടുള്ള ഒരു നമ്മുടെ സുധിച്ചേട്ടൻ്റെ വൈഫാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്കെല്ലാവർക്കും ഇഷ്ടമൊക്കെ ഉള്ള ഒരാളാണ് അല്ലേ. അപ്പം എന്താ പറയുക, നേരത്തേക്ക് ഇവർ പ്രൊമോഷൻ വീഡിയോയും പിന്നെ റീൽസും ഒക്കെ ചെയ്ത് ഇവർ കാശുണ്ടാക്കുന്ന സമയത്ത് ഓരോന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളൊന്നും മിണ്ടത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മക്കളെ വളർത്താൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു രീതി. കാരണം നമ്മളും യൂട്യൂബിനകത്തായാലും ഫേസ്ബുക്കിനകത്തായാലും ഉള്ളൊരു വ്യക്തികളാണ് നമ്മൾ. അപ്പം നമ്മളെന്താ, നമ്മൾ മാനമര്യാദയായിട്ട് റീൽസ് ഇടുന്നു, അല്ലെങ്കിൽ വല്ല കോമഡി എടുത്തിട്ടിടുന്നു, അല്ലെങ്കിൽ വല്ല ഫുഡ് കുക്കിങ് ജേർണിയുടെയൊക്കെ എടുത്തിടുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ റീൽസ് നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് തൃപ്തിയാകുന്ന രീതിയിലുള്ള കൊച്ചു റീൽസൊക്കെ ഇട്ട് അതിൽ നിന്നും കിട്ടുന്ന ആ ഒരു കൊച്ചു സമ്പാദ്യം അത് മതി നമുക്കെന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ നല്ല ഒരുപാട് സോഷ്യൽ മീഡിയ പെണ്ണുങ്ങളെല്ലാം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലേ. റിയാക്ഷനൊക്കെ നമ്മൾ ചെയ്യുമെങ്കിലും അങ്ങ് എല്ലാവരെയും എടുത്തിട്ടങ്ങ് കുടയത്തില്ല. നമുക്കാരെങ്കിലും ബാഡ് കമൻറ്റ് ചെയ്താൽ മാത്രം ഞാൻ അവരെ എടുത്ത് എന്തെങ്കിലും പറഞ്ഞൊരു റിയാക്ട് ചെയ്തിടും, അവർക്കുള്ള മറുപടിയായിട്ട് ചെയ്തിടുന്നല്ലാതെ ഞാനിങ്ങനെ ഭയങ്കരമായിട്ടുള്ള ദേഷ്യത്തിൽ നിന്ന് റിയാക്ട് ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് ഇപ്പം ഞാനാണെങ്കിൽ രേണുവിനെ അധികം കുറ്റം പറയാത്ത ഒരു വ്യക്തിയാണ്. ഞാനൊരു വീട്ടമ്മയാണ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൻ്റെ അമ്മയും കൂടിയാണ്. ഇങ്ങനെയുള്ള വൃത്തികേടായിട്ടുള്ള ഒരു രീതിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഇങ്ങനെ ലൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് എനിക്ക് ലജ്ജ തോന്നുവാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും അതപ്പതിച്ചതിന് അത്യാവശ്യം പൈസയൊക്കെ കിട്ടുന്നുണ്ട്. ഇത് ഇങ്ങനെയും കൂടി ശരീരം വിറ്റ് എന്തിനാണ് ഇങ്ങനെ പൈസ മേടിക്കുന്നത്? ചിലപ്പോൾ ഇതിന് പേര് വല്ല കേസോ വഴക്കോ എന്ത് വന്നാലും വേണ്ടിയില്ല എന്ന് വിചാരിച്ചു. കാരണം സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ ഇപ്പം മക്കളും ഒക്കെ ആയിട്ട് ഇരുന്നായിരിക്കും ചിലപ്പോൾ ഒരു റീൽസ് കാണാൻ വേണ്ടി. ഞാനാണെങ്കിൽ എപ്പിസോഡായിട്ടുള്ള റീൽസുകളൊക്കെ കാണുന്നൊരു വ്യക്തിയാണ് കേട്ടോ. അത് ഫേസ്ബുക്കിനകത്തായാലും ഒക്കെ നമ്മളിങ്ങനെ എപ്പിസോഡായിട്ടുള്ള റീൽസൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചിലപ്പോൾ മക്കളും കൂടെ വന്ന് തല ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴേക്കും ഇവിടെ ഓരോ കോഷ്ടികൾ കാണിച്ചുകൊണ്ട് മറ്റുള്ളവർ എടുത്തിട്ടിടുന്നത്. അതും മിക്കവാറും തുണിയില്ലാതെ ഓരോ ഈ മുഖം കൊണ്ടുള്ള ചേഷ്ടകൾ, അതിനകത്ത് ലൈംഗിക ചൊവ ഇല്ല എന്ന് പറയുന്നെങ്കിലും അതിനകത്ത് നിറച്ച് ലൈംഗിക ചൊവ്വയാണെന്ന് നമുക്ക് ഈ ചോറ് വായി വെച്ച് തിന്നുന്ന വ്യക്തികൾക്കറിയാം അല്ലേ. അപ്പം ഇതിൻ്റെ പേരിൽ ഇനി എനിക്ക് എന്തൊക്കെ വിമർശനം വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും ഇതങ്ങ് കടുപ്പമായിപ്പോയി. ഇതൊന്നും കാണുന്നവർ ഇപ്പം ഞാനിപ്പോൾ ഒരു കാര്യം നമ്മളിപ്പോൾ ഒരു പാർട്ടിയെക്കുറിച്ചൊരു യൂട്യൂബിനകത്തൊരു എന്തെങ്കിലും ഒന്ന് എടുത്തിട്ടാലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിനകത്ത് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടാലോ അതിനകത്ത് അപ്പോൾ ഒരു ഇഷ്യൂസ് വന്നിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാപനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനത്തെക്കുറിച്ചായാൽ പോലും നമ്മൾ എന്തെങ്കിലും ഒന്ന് എടുത്ത് അപ്പോൾ അതിനകത്തൊരു ഇഷ്യൂസ് അതിനകത്ത് വന്നിരിക്കും. ആ ഇഷ്യൂസ് മാറ്റാൻ നമ്മൾ അതിൻ്റെ പുറകെ നടക്കണം. അപ്പോൾ ഇവളുമാർ ഈ ചെയ്യുന്നതിനകത്ത് എന്തുകൊണ്ട് നിങ്ങൾ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല? ഇത് സ്വമേധ കേസ് പോലും എടുക്കാൻ ആരുമില്ലയോ എന്ന് ഞാനീ ചിന്തിക്കുന്നത്. കാരണം എന്തുമാത്രം ജനങ്ങൾ കാണുന്നതാണ്. എന്നാൽ ചോദിക്കാം, അവർ കാണാൻ വേണ്ടിയല്ലേ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ട് കയറുന്നതെന്ന് കുറേ അവളുമാർ ഇങ്ങോട്ട് ചോദ്യത്തിനായിട്ട് വരും. പക്ഷേ എന്നാലും ഉളുപ്പെന്ന് പറയുന്നൊരു സാധനമുണ്ടോ? ആ വലിയൊരു മോനുണ്ട്, അവൻ കാണത്തില്ലയോ? ഇത് അവൻ്റെ ഫ്രണ്ട്സ് കാണത്തില്ലയോ? ഇവിടെ തന്ത കാണത്തില്ലയോ? ഇവക്ക് തന്തയും തള്ളയില്ലയോ? ഇത് അവർ കാണത്തില്ലയോ? ഇവക്ക് ചേട്ടനും ഇല്ലയോ? അവർ കാണത്തില്ലയോ? പിന്നെ ഇവള് കുറേ കൊമ്പത്ത് കയറ്റി നടക്കുന്ന കുറേ ഗൾഫുകാരും അവിടെ കുറേ ചിങ്കിടി ഇങ്ങനെ കൂടെ നടക്കുന്ന കുറേ അവളുമാരും ഉണ്ടല്ലോ. ഇവളുമാരൊന്നും കാണുമ്പം ഇവളുമാർക്കൊന്നും അത് ഇവരും ആ ടൈപ്പാണോ? എനിക്കറിയാൻ കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കും, ഇവരും ആ ടൈപ്പാണ്? എല്ലാവരും ഇവർക്ക് മാത്രം ഇങ്ങനെ. ഇത്രയൊന്നും ഇവളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഉണ്ടല്ലോ, ഇത് പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് പറയുന്നത്. ഏതൊരു റീൽസ് എടുത്ത് വെച്ച് നോക്കിയാലും ഓരോരുത്തരും ഇവളെക്കുറിച്ചുള്ള ഇങ്ങനെ എടുത്തിട്ടേക്കുന്നത്. ഇത് സ്വമേധ കേസ് പോലും എടുക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ലൈവുകൾ എന്താ നിർത്താത്തത്? ഈ പെണ്ണുങ്ങൾക്ക് വിചാരിച്ച നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ലെന്ന് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഉണ്ടല്ലോ, ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത്. പിന്നെ ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ.